ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എക്സിബിഷൻ കാഴ്ചകളുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. ഇത് കണ്ടോ, ഇതിൽ ആ ഒരു ഫിഷ് മൈക്ക് പോലെയുള്ള ആ ഒരു മോട്ടറിന്റെ അടുത്തേക്ക് വരുന്നത് കാണുമ്പോൾ കറക്റ്റ് പാടാനായിട്ട് വരുന്ന പോലെയാണ് എനിക്ക് തോന്നി. മാത്രമല്ലാതെ അതിനനുസരിച്ചിട്ട് ചുണ്ടനക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും ഞാനും കുഞ്ചൂസും രണ്ട് ഭാഗത്തുമായിട്ട് ഒരെണ്ണം പോലും മിസ്സാകാതെ കാണുന്നുണ്ടായിരുന്നു. ഈ ഒരു ഫിഷിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ചിലത് പ്യൂർ ബ്ലാക്ക് ആയിരുന്നു, ചിലത് ബ്ലാക്കിൽ വേറെ കളേഴ്സ് മിക്സ് ആയിട്ട് വരുന്നതും ഉണ്ടായിരുന്നു. ലോബ്സ്റ്റേഴ്സിനെ കാണാനായിട്ടാണോ ഞാൻ ഇത്രയും വാ വിളിച്ചിട്ട് ചിജുവിനെ വിളിച്ചു വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്റെ എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു എന്നുള്ളത്. ഞാൻ ഇതുപോലെയുള്ള കളർഫുൾ ആയിട്ടുള്ള ലോബ്സ്റ്റേഴ്സിനെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അത് കണ്ടപ്പോൾ അവരിനി പെയിന്റ് എങ്ങനെ അടിച്ചു വെച്ചിട്ടുള്ളതാണോ എന്ന് ഞാൻ ജിജുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇതുപോലെ വെറൈറ്റി കളേഴ്സിലുള്ള ലോബ്സ്റ്റേഴ്സിനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. വാവ്, ഇതിലുള്ള ഫിഷുകളുടെയും ഫ്ലവേഴ്സിന്റെയും അതുപോലെ തന്നെ ലൈറ്റിന്റെയും ഒക്കെ ഭംഗിയൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഒരു ടണൽ അക്വേറിയം കാണാനായിട്ടാണ് കേട്ടോ. ഇതിനുള്ളിലാണെങ്കിൽ ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിട്ട് നടക്കാൻ കൂടെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിലാണെങ്കിൽ അത്യാവശ്യം വലിയ മീനുകളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള മീൻ. ഇതാണെങ്കിൽ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു മീനാണ് കേട്ടോ. പക്ഷെ അതിനുള്ളിലുള്ള ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന്റെ കളറിൽ നമുക്ക് ചേഞ്ച് തോന്നും. ഈ ഫിഷുകൾ മാത്രമല്ല കേട്ടോ എക്സിബിഷനിൽ ഉണ്ടായിരുന്നത്. ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.